ഹലോ ഗൈസ്, എല്ലാവർക്കും ഡാൻസ് സർക്കിളിലേക്ക് സ്വാഗതം. സോ ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എല്ലാവരുടെയും വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ നമുക്കിനി കൂടുതലായിട്ടുള്ള ക്രാഫ്റ്റ് ഐഡിയാസും ഡാൻസുകളും നമുക്ക് പഠിക്കാം. സോ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ കാണുമ്പോൾ നിരജൂസ് വേൾഡും കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനെയാണ്. എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഫ്രണ്ടാണ് ഋത. സോ ആളുടെ അടുത്ത് ഞാൻ മിഞ്ഞാന്ന് എങ്ങാണ്ട് ഒരു 3 ക്രാഫ്റ്റ് ഐഡിയാസ് പിൻട്രസ്റ്റിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോണിൽ നൈറ്റ്സിലൊക്കെ രാത്രിയൊക്കെ നെറ്റ് കുറവായിരിക്കും. അപ്പം ഞാൻ അവളോടത്തായിരിക്കും കൂടുതൽ ഐഡിയാസ് ചോദിക്കുന്നത്. സോ അവളന്ന് എനിക്ക് അയച്ചു തന്നത് ബുക്ക് മാർക്കും സ്റ്റോൺ വച്ചിട്ടൊരു ക്രാഫ്റ്റും പിന്നെ ജേണലിനായിട്ടുള്ളൊരു സംഭവം, സ്റ്റാമ്പ്, ബിഗ് സ്റ്റാമ്പ്. സോ ഞാൻ ആദ്യം കാട്ടിത്തരാൻ പോകുന്നത് ബുക്ക് മാർക്കാണ്. ഇന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 എണ്ണം ഉണ്ടാക്കി. ഒരാൾക്ക് വേണ്ടിയിട്ടാണ്, പക്ഷെ ആൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗൈസ്, നല്ല ക്യൂട്ടായിട്ട് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഗുഡ് വൈബ്സ് ഓൺലി. ഈ ലെറ്റേഴ്സൊക്കെ ഇത്രയും ഗുഡായിട്ട് വരാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ലെറ്റർ സ്കെയിലാണ് കേട്ടോ. ഇപ്പം എല്ലാ മിക്ക ആക്ടിവിറ്റീസിലും ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റോൺ ആർട്ട് ഓർ ക്രാഫ്റ്റ്, ലൈറ്റിൻ്റെ ഒക്കെ ഒരു ഇത് നമ്മുടെ കാലി വീണ് നമ്മുടെ ശരിക്കും കാല് ചതഞ്ഞു. ശരിക്കും ഇപ്പോൾ ഫാൻ ഇട്ടിട്ട് ഇപ്പോൾ പേപ്പേഴ്സൊക്കെ ഒരു ഇതില്ലാണ്ട് പറന്നൊക്കെ പോകില്ല. അപ്പം നമുക്കിതൊന്ന് വെക്കാം. അത്രയ്ക്ക് വെയിറ്റുള്ള 2 കല്ലാണ് വരുന്നത്. ഒരെണ്ണത്തിന് ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ പിന്നെ ഇതേപോലെ ഞാൻ ജേണൽ ബുക്ക് ഞാൻ കാട്ടിത്തരാം. പാട്ട് പാടും, ക്രാഫ്റ്റ് ചെയ്യും, എല്ലാം സകല കല ഉള്ള ഒരു കുട്ടിയാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കലകളാണ്. കലയിൽ ആർട്സ്, ക്രാഫ്റ്റ് ഒക്കെ ഉണ്ട്. സോ എൻ്റെ ജേണൽ കാട്ടിത്തരാം. ഞാൻ ഈ 2 ദിവസമായിട്ട് തുടങ്ങിയ പുതിയൊരു ഡയറിയാണ്. ഞാൻ മൈ ജേണൽ ഡയറി മെയ്ഡ് ബൈ നിരഞ്ജന എൻ്റെ പേര് എഴുതിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഇതായിരുന്നു. ഇത് വന്നിട്ട് ലിസ്റ്റ് ടു ഡു റെസ്പെക്ട് എവറി മൂമെൻറ്റ്, respect elders, respect those who do good for us, do good, respect, smile and respect. ചുമ്മാ എൻ്റെ ഒരു കോട്ട് പോലെ എന്തോ എഴുതിയിട്ടുണ്ട്. ലൈഫ് ഈസ് മൈ ഇറ്റ്. പൊട്ടത്തരം എഴുതി വെച്ച് തോന്നുന്നു. ഞാനിങ്ങനെ എനിക്കറിയാം ശരിക്കും, ബട്ട് പൊട്ടത്തരം എഴുതി. അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി. ബ്യൂട്ടിഫുൾ മൂമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു ക്രാഫ്റ്റ്, നല്ല ക്യൂട്ടല്ലേ. പിന്നെ ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇതും ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ ഫ്രണ്ട്സ് ആരാണ്, ഋത. ഇതിൻ്റെ എല്ലാ പാട്ടും അറിയാം. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇറ്റ്സ് വെരി നൈസ്. കേപ്പ് ഡിമൺ ഹണ്ടേഴ്സ് എന്നാണ് എൻ്റെ പേര്. കുറേ നല്ല നല്ല സ്റ്റോറിയാണ്, നല്ല രസമാണ്, കണ്ടു നോക്കുക. ഗോൾഡൻ, അതിൻ്റെ അകത്തൊരു പാട്ടാണ് ഗോൾഡൻ. നല്ല രസമാണ് കേൾക്കാൻ. അതിൻ്റെ അകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റുമി, മിറ, ജോയ്. പിന്നെ സാജ ബോയ്സ് ഉണ്ട്, ഡിമൻസ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ എൻ്റെ മ്യൂസിക് എനിക്കറിയാവുന്ന ഇത്തിരി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഗോൾഡൻ, ഹൗ ഇറ്റ്സ് ഡൺ, സോഡാപ്പോപ്പ്. 3 എനിക്കറിയാം കേട്ടു. സോഡാപ്പോപ്പിൻ്റെ ഡാൻസ് ഇങ്ങനെ കളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സജ ബോയ്സിൻ്റെ തന്നെ ഒരു പർപ്പിൾ ടീമിൽ ചെയ്തതാണ്. ഒരു തൊര വന്നപ്പോൾ ചെയ്തു. ലൈഫ് ജേർണി വിത്ത് ടൂലിപ്സ് വിച്ച് ഈസ് വെരി ബ്യൂട്ടിഫുൾ. സോ അവൾ പറഞ്ഞിട്ട് 2 സ്റ്റാമ്പ് അവൾ എനിക്ക് അയച്ചു തന്നു. ഒന്ന് ടൂലിപ്സിൻ്റെ ആണ്, പർപ്പിൾ ടീമും പിങ്ക്, ഇപ്പം മജന്തയും കൂടിയിട്ട്. പിന്നെ ഈ ഒരു ഡക്ക് ബാക്കിൽ ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് പഴയ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കീറിയെടുത്തൊരു പേജാണ്. പിന്നെ ഇതേപോലെ പ്രേയിങ്, ഇത് ഇന്ന് ചെയ്തതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് വാഷിംഗ് ടേപ്സ് ആണ്. ഇതും ഞാൻ മേഡ് ചെയ്താണ്.
ഞാൻ എന്തായാലും ഇതിൻ്റെ രണ്ടിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഓണമൊക്കെ അല്ലേ, അപ്പോൾ ഓണത്തിൻ്റെ ജേണൽ ചെയ്യണ്ടേ. അതെന്ത് ഇതൊക്കെ ഇതേപോലെ ഓരോ ജ്വല്ലറി ഷോപ്പിൻ്റെയും ഓണത്തിൻ്റെ സദ്യയുടെയും പായസത്തിൻ്റെ ഒക്കെ ഒരു നോട്ടീസുകൾ വരത്തില്ലേ, അതിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തി ആയിക്കോട്ടെ, ദീപാവലി ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, എല്ലാത്തിനും നോട്ടീസ് കളക്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് പിക്ചറുകൾ കട്ട് ചെയ്ത് ജേണൽ ചെയ്യും. നല്ല രസമാണ്. ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിയിലൊക്കെ വരാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഓൾറെഡി ഞാനൊരു ആൽബം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ജേണൽ തന്നെയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ജേണലാണത്. ഓക്കെ, ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും ഇതിൻ്റെ അകത്ത് ഒട്ടിക്കണമെന്നാണ്. കുറേ പേജസ് ഉണ്ട്. എനിക്ക് ഈ ബുക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. കാരണം ഈ പെയിൻ്റൊക്കെ വന്നപ്പോൾ ശരിക്കും ഒരു അട്രാക്റ്റീവായി. പിന്നെ ഇഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫ്രണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. എല്ലാം നല്ല രസമുണ്ട്. ഞാൻ തന്നെ ചെയ്തിട്ട് കൊള്ളില്ലാന്നിങ്ങനെ പറയാൻ. സോ ഗൈസ്, എനിക്ക് ഓണത്തിനെ വളരെ ഇഷ്ടപ്പെട്ടു. മാവേലി, ഈ പൂക്കളം, പിന്നെ കിട്ടിയത് മാവേലി ഹാപ്പി ഓണം എന്ന് പറഞ്ഞ രീതിയൊരു നല്ലൊരു ലേബല്. പിന്നെ പൂക്കളം, മാവേലിത്തപ്പനുണ്ട്. പിന്നെ ഇതേപോലെ ഇവിടെ വലിയൊരു വള്ളംകളി ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടെ കിട്ടായിരുന്നു, സദ്യ കിട്ടായിരുന്നു. സോ ഞാൻ ഇപ്പോഴും ഹൃദയനെ വിളിച്ചിട്ട് 3 ഐഡിയാസ് ഞാൻ അയച്ചു നിൽക്കുക. അപ്പം അവൾ വിളിച്ചാൽ എപ്പോഴും എടുക്കും. പിന്നെ ഇടയ്ക്ക് നിസ്കരിക്കാനൊക്കെ ഞാൻ വിളിക്കുമ്പോൾ ആളെടുക്കില്ല. അത് കുഴപ്പമില്ലായിരിക്കും. സോ ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോയിൽ താങ്ക്സ് പറയാണ്. കാരണം എനിക്ക് ഇതേപോലെ അയച്ചു തന്നതിനും എന്നെ ഹെൽപ്പ് ചെയ്യും. ആൾ പറഞ്ഞൊക്കെ തരും. പിന്നെ ഞാനും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. കാരണം ഒരു കോൺവെർസേഷൻ ഉണ്ട് ചാറ്റിങ്ങിലായിക്കോട്ടെ. ഞങ്ങൾ ഇങ്ങനെ അനാവശ്യമായിട്ടുള്ളൊരു ചാറ്റിംഗ് ഇല്ല. ഇങ്ങനെ ചില ക്രാഫ്റ്റൊക്കെ ചെയ്യാനായിരിക്കും വിളിക്കുന്നത്. പിന്നെ നോട്ട്സ് അയക്കാൻ അല്ലെങ്കിൽ ബോറെന്ന് വെച്ചാൽ വിളിക്കും. സോ ഗൈസ്, ഞാൻ എൻ്റെ ഈ ഒരു കുട്ടി വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ നേരായി വൈൻഡപ്പ് ചെയ്യാനുള്ള എനിക്ക് അടുത്ത നിർദ്ദേശങ്ങളിൽ ഞാൻ ചെയ്യണം. സോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. Ta-da!